പയ്യന്നൂരിലെ വി കുഞ്ഞികൃഷ്ണന്റെ അനുയായി പി പ്രസന്നന് ധനസമാഹരണത്തിലൂടെ വാങ്ങിയ പുതിയ സ്കൂട്ടി ഇന്ന് കൈമാറും. കുഞ്ഞികൃഷ്ണനെ പിന്തുണച്ചതിന്റെ പേരിൽ പ്രസന്നന്റെ ഇരുചക്ര വാഹനം ഒരു വിഭാഗം ആളുകൾ കത്തിച്ചിരുന്നു. പ്രസന്നനും കുഞ്ഞികൃഷ്ണനും മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുകയാണ്. കഴിഞ്ഞ ഏതാനും നാളുകളായി പയ്യന്നൂരിലുണ്ടായ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾക്കിടയിൽ പ്രസന്നൻ എന്ന് പറയുന്ന ഒരു പൊതുപ്രവർത്തകന്റെ ബൈക്ക് കത്തി നശിച്ച ഒരു സാഹചര്യം നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഏതവസ്ഥയിലായിരുന്നു അന്ന് ആ വാഹനം കത്തി? വി കുഞ്ഞികൃഷ്ണൻ അനുകൂലമായിട്ട് ഒരു പ്രകടനം നടത്തിയിരുന്നു. അതിൽ നേതൃത്വം നടത്തിയത് ഞാനും എൻ്റെ നാട്ടുകാരായ കുറച്ചാളാണ്. അന്ന് രാത്രിയായിരുന്നു എൻ്റെ ബൈക്ക് പിറ്റേ ദിവസമാണ് കത്തിയതായി കണ്ടത്. ഇപ്പം ഈ ബൈക്ക് അതൊരു രാഷ്ട്രീയ വിഷയമാക്കി തന്നെ നിങ്ങൾ എടുക്കുകയും ഒരു ക്രൗഡ് ഫണ്ടിങ് നടത്തുകയൊക്കെ ചെയ്ത് പുതിയ ബൈക്ക് വാങ്ങുവാണ് അല്ലേ? അതെ, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് നമ്മൾ ഇതിന്റെ സംഘാടകർ ചെയ്തിട്ടുള്ളത്. ഇങ്ങനൊരു രാഷ്ട്രീയ ആക്രമണം ഉണ്ടാകുമ്പോൾ അവരുടെ വസ്തുവകൾക്കും ജീവനും ഭീഷണിയാവുന്ന തരത്തിലുള്ള ഒരു ആക്രമണ രീതിയാണ് പലയിടത്തായിട്ട് കണ്ടുവരുന്നത്. ഇതാരാണ് കത്തിച്ചതെന്നോ ആരാണ് ഇതിന്റെ പിറകിലെന്നോ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. പക്ഷേ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ആൾക്കാർ ജനങ്ങളെ സംഘടിപ്പിച്ച് ചെറിയ തോതിലുള്ള പണം കളക്ട് ചെയ്ത് ഇങ്ങനൊരു ബൈക്ക് വാങ്ങിത്തരാനുള്ള തീരുമാനം എടുക്കുകയായിരുന്നു. ഇപ്പോൾ ഇന്ന് വൈകിട്ട് ഈ ബൈക്ക് കൈമാറുവാണ്. അതെ, ഇന്ന് വൈകിട്ടാണ് ഗാന്ധി പാർക്കിൽ വെച്ചിട്ട് ഈ ബൈക്ക് കൈമാറുന്നത്. സ്വാഭാവികമായിട്ടും അതൊരു പ്രതിരോധ പ്രവർത്തനമായി നടത്താൻ വേണ്ടി നിങ്ങൾക്ക് കഴിഞ്ഞു. അതെ, തീർച്ചയായിട്ടും അതൊരു പ്രതിരോധം തന്നെയാണല്ലോ. ജനങ്ങൾ ഒന്നായി നിന്ന ഒരു പ്രതിരോധ പ്രവർത്തനം തന്നെയാണ് ഇത്. എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ദിവസം അന്ന് വൈകുന്നേരം പരിസര പ്രദേശത്തെ ചില ആളുകൾ എനിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രകടനവും നടത്തി. ആ പ്രകടനത്തിൽ പങ്കെടുത്ത ഒരാളാണ് പ്രസന്നൻ. അന്ന് രാത്രി പ്രസന്നൻ്റെ ബൈക്ക് സാമൂഹ്യദ്രോഹികൾ തീവച്ച് നശിപ്പിക്കുകയുണ്ടായി. അപ്പം അതിന് പകരം ഒരു വാഹനം വാങ്ങി നൽകണം എന്ന് ഞങ്ങൾ സുഹൃത്തുക്കൾ ചിലരെല്ലാം ഒരാലോചന നടത്തി. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു ബൈക്ക് ചലഞ്ച് എന്ന നിലയിൽ ഒരു 10 രൂപ ചലഞ്ച് ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത്.